കൊച്ചിയിൽ തൊഴിൽ ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. ടാർഗറ്റ് പൂർത്തിയാകാത്തതിനെ തുടർന്ന് കഴുത്തിൽ നായ്ക്കളുടെ ബെൽറ്റിട്ട് നടത്തിച്ചു. ഹിന്ദുസ്ഥാൻ പവർ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് വൻ തൊഴിൽ ചൂഷണം നടന്നത്. പെരിന്തൽമണ്ണ, കൊച്ചി എന്നിവിടങ്ങളിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞാണ് ഉദ്യോഗാർത്ഥികളെ ഇവർ വിളിച്ചു വരുത്തിയത്. നിശ്ചിത ടാർഗറ്റ് പൂർത്തീകരിക്കാത്തതിന്റെ പേരിലാണ് മാനേജ്മെന്റ് വക ക്രൂരമായ തൊഴിൽ പീഡനം. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇത് കേരളത്തിൽ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണേണ്ടി വരുന്നു. കാരണം തൊഴിൽ ചൂഷണം, അതും ക്രൂരമായ രീതിയിൽ ഒരു മൃഗങ്ങളോട് പെരുമാറുന്ന രീതിയിൽ തൊഴിലാളികളോട് കാട്ടിക്കൂട്ടുന്ന പരാക്രമം, ഇത് എവിടെയാണ് സംഭവിച്ചത്, എന്നാണ് സംഭവിച്ചത്? പോലീസിൽ പരാതിപ്പെട്ടിട്ട് നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇതിൽ പോലീസിൽ പരാതിപ്പെട്ടിട്ട് നടപടി ഇല്ലാതായ ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ള പറയുന്നുണ്ട്. കാര്യമായ രീതിയിൽ നടപടികൾ ഉണ്ടായില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കലൂരിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ രീതിയിൽ ക്രൂരമായ രീതിയിലുള്ള ഒരു തൊഴിൽ ചൂഷണം നടന്നത്. ഇവർ വിവിധ കമ്പനികളിലേക്ക് മാർക്കറ്റിംഗ്, അതായത് ഈ ഡോർ ടു ഡോർ മാർക്കറ്റിംഗ് അടക്കമുള്ള പല കാര്യങ്ങളും ചെയ്യുന്ന അവർക്ക് വേണ്ടി തൊഴിലാളികളെ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഇതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നിശ്ചിത ടാർഗറ്റ് പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ മാനേജ്മെന്റിന്റെ വക ക്രൂരമായ രീതിയിലുള്ള ഒരു പീഡനമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഉദ്യോഗാർത്ഥികൾ ഇവരെ തന്നെ കഴുത്തിൽ ബെൽറ്റിട്ട് നായ്ക്കളെ പോലെ നടത്തിക്കുക, അതോടൊപ്പം തന്നെ നാണയത്തുട്ട് താഴെയിട്ട് അത് അവരെ കൊണ്ട് നക്കിയെടുക്കാനായിട്ട് പറയുക, വായിൽ ഉപ്പ് ഇട്ടിട്ട് മുട്ടുകുത്തിച്ച് നിൽക്കുക. ഈ രീതിയിൽ അടക്കമുള്ള തൊഴിൽ ചൂഷണം, ഈ രീതിയിൽ അടക്കമുള്ള തൊഴിൽ പീഡനം ആണ് ഇവർക്ക് നൽകുക. ഒരു ഡെയിലി മാർക്കറ്റിംഗ് എന്ന രീതിയിലാണ് ഇവരുടെ കാര്യങ്ങൾ പോയിരുന്നത്. അപ്പോൾ ഒരു ദിവസം 2000-ൽ കുറവ് അവർക്ക് ഒരു വിഹിതം നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഈ രീതിയിലുള്ള പീഡനങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നു. ഇവരെ കലൂരിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെങ്കിലും ഇവർക്ക് ഒരു താമസ സ്ഥലം അടക്കമുള്ള കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് പലരെയും ഇവർ ആകർഷിക്കുന്നത്. പലരും തന്നെ ഈ കൊച്ചി നഗരത്തിന് പുറത്ത്, പല കേരളത്തിന്റെ തന്നെ വിവിധ പ്രദേശങ്ങൾ, പലപ്പോഴും ഗ്രാമീണ മേഖലയിൽ നിന്ന് അടക്കമുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അവർക്ക് ഇവരുടെ വക ഒരു കെണികളും കാര്യങ്ങളും ഒന്നും കാര്യമായി അറിയാത്തവരാണ് ഇവിടേക്ക് വരുന്നത്. പിന്നീട് ബോണ്ട് അടക്കമുള്ള വ്യവസ്ഥകൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഇവർക്ക് ഈ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ പലയിടത്തായി തൃപ്പൂണിത്തുറയും പോലുള്ള പല സ്ഥലങ്ങളിലായിട്ട് ഇവർക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കും. ഈ താമസ സ്ഥലത്താണ് ഈ രീതിയിലുള്ള തൊഴിൽ പീഡനം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഇവരുടെ മാനേജ്മെന്റിന്റെ വക ആളുകൾ സ്ഥലത്തെത്തുകയും ഒപ്പം തന്നെ അവരോട് ഡാനിയിലേക്ക് തിരികെ എത്താം. ഇപ്പോൾ ആ തൊഴിൽ ചൂഷണത്തിന്റെ, തൊഴിൽ പീഡനത്തിന്റെ നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് മനാഫില്ല കഴിച്ചിട്ട് മനാഫില്ല കഴിച്ചിട്ട് ഡാനി പോളിലേക്ക് വീണ്ടും. ഡാനി, ഇത് മലയാളികളായിട്ടുള്ള തൊഴിലാളികളാണോ ഈ രീതിയിൽ ക്രൂരത കാട്ടിയത്? ഇത്രയും തെളിവുകളടക്കം ഉണ്ടായിട്ടും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ ഗുരുതരമായ വീഴ്ച പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ടോമ, കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പോലീസിലേക്ക് പരാതി നൽകുക, അത് അതിൻ്റെതായ ഒരു സ്വഭാവത്തോടു കൂടി ഒരു പരാതിയായിട്ട് പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഇവർ പലപ്പോഴും വിളിച്ചു പറയുക എന്ന രീതിയിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുക. ഇവർക്ക് ഈ മറ്റേതെങ്കിലും രീതിയിൽ ഇനി ജോലി നഷ്ടപ്പെടുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്നതടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ എത്രത്തോളം ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു എന്ന കാര്യത്തിൽ തന്നെ സംശയങ്ങളുണ്ട്. ഈ രീതിയിൽ തൊഴിൽ പീഡനം നടത്തുന്ന രംഗങ്ങൾ, അതായത് ഇവർക്ക്
ഇടയിൽ തന്നെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി അവർ തന്നെ ചിത്രീകരിച്ചതാണ്. പക്ഷെ ഇത് പിന്നീട് ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. ടാർഗറ്റ് ആയിരുന്നു ഇവരുടെ പ്രധാനമായ വിഷയങ്ങൾ ഉണ്ടായിരുന്നത്. ഈ ടാർഗറ്റ് പൂർത്തീകരിക്കാത്തവരെയാണ് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഹോസ്റ്റലുകളിൽ റാഗിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ പലപ്പോഴും വാർത്തകളാകാറുണ്ട്. അതേപോലുള്ളൊരു സംഭവം തന്നെ, അതിനേക്കാൾ ക്രൂരമായിട്ട് തന്നെ ഇതെല്ലാം പഠിച്ച് പുറത്തിറങ്ങി ജോലിക്ക് വേണ്ടി എത്തുന്നവർ, അവർക്കിടയിലാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇവർക്ക് ഇതിനോടെല്ലാം തന്നെ ആ സമയങ്ങളിൽ തന്നെ പ്രതികരിച്ച് പോകേണ്ടവർ തന്നെയാണ്. പക്ഷേ ഒരു ജോലി നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, അത്രത്തോളം കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്, അത്രത്തോളം പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരാണ്. അതുകൊണ്ട് മലയാളികൾ തന്നെയാണ് ഇതിലായിട്ടുള്ളത്. അവർ എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് ഇത് എത്രയും സഹിച്ച് നിന്നു എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇനി ഏതെങ്കിലും രീതിയിൽ അവരുടെ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഇതെല്ലാം തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. മറ്റൊന്നുകൂടി അറിയുന്നത്, ഈ സ്ഥാപനത്തിലുണ്ടായിരുന്ന സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് നേരത്തെയും ഇതിന്റെ ഉടമസ്ഥനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അത് നാളുകൾക്ക് മുൻപാണ്, ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് എന്നതുകൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഈ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിനെതിരെ കർശന നടപടികളിലേക്ക് അടക്കം നീങ്ങുന്നുണ്ട്. നിലവിൽ ലേബർ ഓഫീസറോടക്കം ഇക്കാര്യത്തിൽ അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനായിട്ട് തൊഴിൽ വകുപ്പ് മന്ത്രിയിൽ നിന്ന് തന്നെ ഉത്തരവായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഏതായാലും അത്തരം അന്വേഷണത്തിലേക്ക് അടക്കം പോകുന്നു. ഈ ക്രൂരമായ തൊഴിൽ പീഡനം ഈ രീതിയിൽ നടക്കുന്നു എന്ന ഒരു വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഇത് കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഏതായാലും ഈ ജീവനക്കാർക്കെതിരെ നടന്നിരിക്കുന്ന ഇപ്പോൾ ഈ തൊഴിൽ ചൂഷണത്തിന്, തൊഴിൽ പീഡനത്തിന് ഇരയായ അഖിൽ ചേരുന്നുണ്ട് തത്സമയം. അഖിൽ, എന്താണ് സംഭവിച്ചത്? ഈ സ്ഥാപനത്തിനുള്ളിൽ, ഈ ഓഫീസിനുള്ളിൽ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ എന്ത് തൊഴിലിന് വേണ്ടി, എന്ത് ജോലിക്ക് വേണ്ടിയാണ് അവിടെ എത്തിയത്? അവരുടെ ഹലോ കേൾക്കണ്ട? ഹലോ ഹലോ കേൾക്കാം, പറഞ്ഞു. കേൾക്കാണ്ടല്ലേ? ഓക്കെ. കേൾക്കാം, പറയാം. മാനേജർ പോസ്റ്റും പറഞ്ഞാണ് ഞങ്ങളെ വിളിച്ചത്. മാനേജർ പോസ്റ്റും പറഞ്ഞ് വിളിക്കഴിഞ്ഞ് പത്രത്തിലെന്തോ കണ്ടിട്ടാണ് ഞാൻ ചെന്നത്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് ഇന്റർവ്യൂവിനൊക്കെ പറഞ്ഞത് 10,000 രൂപ ശമ്പളവും ആദ്യത്തെ ഒരു 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. 8 മാസം 8,000 രൂപ തൊട്ട് 10,000 രൂപ വരെ ആദ്യത്തെ ശമ്പളം ഉണ്ടാവുന്നൊക്കെ പറഞ്ഞാണ് കൊണ്ടുപോയത്. പിന്നെ ഓഫീസ് ജോബ് ആയിരിക്കും, ട്രെയിനിങ് ഒക്കെ ഓഫീസിൽ തന്നെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഞങ്ങളപ്പോ ഒന്ന് വീണുപോയി. നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോ പിന്നെ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങലായി. പിന്നെ ഓരോ വീടുകളിലൊക്കെ ചെന്ന് കയറി ഇറങ്ങി ഓരോ സാധനങ്ങളൊക്കെ വിൽക്കണതാണ് ശരിക്കും പറഞ്ഞ ഈ ജോലി. അത് ഞങ്ങളോട് നുണയാൻ പറഞ്ഞാണ് ഞങ്ങൾ കൊണ്ടുപോയതെന്നുള്ളൂ. പിന്നെ അതിന് പിന്നെ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ ബിസിനസിന്റെ കാര്യത്തിൽ ഒരു 2000-ൽ താഴെ ആയിട്ടാണ് എല്ലാവരും ബിസിനസ്സും കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക തരം കുറെ പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതൊക്കെ ഒരാൾക്കാർക്ക് പറ്റാത്ത രീതിയിലുള്ള പണിഷ്മെന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉപദ്രവം എന്ന് വെച്ചാൽ അത്രയും ഉപദ്രവമായിരുന്നു. അല്ല, ഏതൊക്കെ രീതിയിലാണ് നിങ്ങളോട് ക്രൂരമായി പെരുമാറിയത്? ചില തൊഴിലാളികളെ അടിവസ്ത്രത്തിൽ നിർത്തി മുട്ടിന്മേൽ, അതായത് ഈ ബെൽറ്റ് കഴുത്തിലിട്ട് നായ്ക്കളെ നടത്തുന്ന പോലെ നടത്തിക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. ആ രീതിയിലുള്ള ഒരു ക്രൂരതയ്ക്ക് അഖിലും ഇരയായിട്ടുണ്ടോ? അത് കണ്ടത് മാത്രമല്ല, അതൊക്കെ മേലെ ഉണ്ട്. അതൊക്കെ മേലെമാരെ കാണിക്കും. എങ്ങനെ കാണിക്കണമെന്ന് വെച്ചാല് മറ്റേ ഏത് രീതിയിലായിരുന്നു? പച്ചക്ക് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഹലോ, തീർച്ചയായും നിങ്ങൾക്ക് പറയാം. പരസ്പരം അങ്ങോട്ട് ഇങ്ങനെ നിരത്തി നിർത്തി പറയാം. എല്ലാരും നിരത്തി നിർത്തും. എന്നിട്ട് പാന്റ് എല്ലാവരും ആയിരിക്കും. എന്നിട്ട് പരസ്പരം അങ്ങാട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കാൻ പറയും. എന്നിട്ട് പിന്നെ കുറെ പച്ചക്ക് തണ്ടക്കും തള്ളക്കും കുറെ തെറിയൊക്കെ കേൾക്കേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഈ പണ്ടത്തെ പോലീസുകാരൊക്കെ കൊടുക്കണ, പണ്ട് കാലത്ത് ആൾക്കാർ കൊടുക്കണ പണിഷ്മെന്റ് ഇല്ലേ, ഈ വായിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് വായിലിരിക്കാൻ വേണ്ടി കസേരയിൽ ഇരിക്കണ പോലെ കൈ നീട്ടി കാൽ മുട്ട് മുടക്കിട്ട് അതേപോലെ ഇരിക്കണം വായിൽ. അത് ഇച്ചിരി ഉപ്പൊന്നുമല്ല, ഒരു കറിക്കറിന് ഉപ്പൊന്നുമല്ല, ഒരു കയ്യിലുപ്പാണ്. ഉന്നുപോലെ എടുത്തിട്ട് വായിട്ടായിട്ട് വായിലിരിക്കണ പോലെ ഇരിക്കാൻ പറയും. അങ്ങനെയാണ് അത് എനിക്കിട്ട് കിട്ടിയപ്പോഴാണ് ഞാൻ നിർത്തി പോകുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ ഈ താഴെ പഴമൊക്കെ ഇട്ടിട്ട്, ചീന പഴമൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കുപ്പി ഇട്ടിട്ട് നക്കാനൊക്കെ പറയും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ വൃത്തികെട്ട ആൾക്കാരെ ഉപദ്രവിക്കണം. അല്ല, നിങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടില്ല? ഇത്രയധികം മനുഷ്യത്വരഹിതമായ രീതി, ഇത്രയധികം ക്രൂരതകൾ നേരിട്ടിട്ട് എന്തുകൊണ്ടാണ് പോലീസിൽ പരാതിപ്പെടാതിരുന്നത്?
ഞാൻ പറയട്ടെ, പോലീസിൽ ഞാൻ ഒറ്റക്ക് പോയിട്ട് പരാതിപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം ആ സമയത്ത് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോണേന്ന് പറഞ്ഞിട്ട് പോലെ അവിടുത്തെ പിള്ളേരെല്ലാവർക്കും മൊബൈലിന്റെ മതിയെന്നും പറഞ്ഞാൽ നിന്നോണ്ടെന്ന് വെച്ചാൽ. കാരണം ഞാനപ്പോ ഒറ്റക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ ആർക്കും അങ്ങനത്തെ ഒരു അനുഭവമേ ഇല്ലെന്നേ അവര് പറയുള്ളൂ. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ എല്ലാവർക്കും അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാരും പഠിച്ചു. അപ്പൊ ഞാൻ ഒറ്റക്ക് പോയിട്ട് അവിടെ ആ സമയം ആരും പ്രതികരിച്ചില്ല. ഇല്ല, ആ സമയത്ത് ആരും പ്രതികരിക്കാൻ ഉണ്ടായില്ല. ഇപ്പോഴല്ല ആ ഇതൊക്കെ പുറത്ത് വന്നത്. ഞാൻ ഒറ്റക്ക് പ്രതികരിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അല്ല, ഈ ഉടമ, ഈ തൊഴിലുടമയ്ക്കെതിരെ ഇതിനു മുൻപും സമാനമായ രീതിയിലുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇയാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്ന് കേൾക്കാൻ അറിഞ്ഞ കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണോ? ഇയാളുടെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? ഇതേപോലെ തൊഴിലാളികളോട് ക്രൂരമായി പെരുമാറുന്ന ഒരു തൊഴിലുടമ. ഈ സത്യം പറഞ്ഞാൽ ഇയാള് വേറെ ലഹരികൾ ഉപയോഗിക്കുമെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. പക്ഷെ പക്കാ സൈക്കോ തരമാണ് ഈ കാണിക്കണത്. ഈ മറ്റേ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സൈക്കോ കാണിക്കണ രീതി ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അല്ല, എന്താണ് ഇപ്പം ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഇനി പോലീസിൽ പരാതി നൽകാൻ ആലോചിക്കുന്നുണ്ടോ? പരാതി കൊടുത്തിട്ടുണ്ടല്ലോ ഓൾറെഡി. ഞങ്ങള് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തു. പോലീസ് നടപടി ഒന്നും സ്വീകരിച്ചില്ല ഇതുവരെ ഇല്ല. കാരണം ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് പോലീസുകാരനെ അയാളെ വിളിച്ചു. ഈ ദൃശ്യങ്ങളടക്കം, ഈ തെളിവുകളടക്കം കൈമാറിയോ നിങ്ങൾ? അവിടെ എല്ലാം തെളിവെന്ന് പറയാൻ വേണ്ടി ഞങ്ങൾ അവിടെ സംസാരിച്ചു മറ്റേ ഇതൊക്കെ എഴുതി കൊടുത്തു. കേസൊക്കെ ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ പീഡനങ്ങളാണ് അനുഭവിച്ചതെന്ന് വരെ പറഞ്ഞു. എന്നിട്ട് അവര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിനാ ഇത്ര നാൾ അവിടെ പോയി നിന്നത് എന്നാണ് ചോദിക്കണത്. പിന്നെ ഇതൊക്കെ പഠിക്കണത് ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ, നിങ്ങൾ പഠിച്ചറിയാലോ, നിങ്ങൾക്ക് ഒരാളെ മാനേജ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുത്താൽ പോരെന്ന് അവര് ഞങ്ങളോട് ചെയ്യണം. ഞങ്ങൾ വേറെ എന്ത് പറയാനാ? വ്യക്തമാണ്. അഖിലാണ് ഈ ക്രൂരമായ തൊഴിൽ പീഡനത്തിന്, തൊഴിൽ ചൂഷണത്തിന് ഇരയായ അഖിലാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഡാനി പോളിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനി, ഈ അഖിൽ പറയുന്നതനുസരിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് പറഞ്ഞു ഇതൊക്കെ പഠിക്കുന്നത് നല്ലതല്ല, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത് ഉപകാരപ്പെടുമെന്ന രീതിയിൽ. കാരണം അത്രയ്ക്കും ഡാനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിൽ മുൻപുണ്ടായിരുന്ന റാഗിങ്ങിനേക്കാൾ ക്രൂരമായ രീതിയിൽ, പ്രാകൃതമായ രീതിയിലുള്ള ശിക്ഷണ നടപടികൾ അതാണ് ഇവിടെ സംഭവിച്ചത്. പക്ഷേ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾക്കപ്പുറം വലിയ ക്രൂരമായ തൊഴിൽ ചൂഷണം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി അഖിൽ തുറന്നു പറയുന്നുണ്ട്. തീർച്ചയായും ടോം, കാരണം അഖിലിന്റെ വാക്കുകളിലുണ്ട്. അഖിൽ ചോദിച്ചതുപോലെ ഇത് തുറന്നു പറയാവോ എന്ന് അദ്ദേഹം അനുമതി ചോദിച്ചിട്ടാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും നമ്മൾക്ക് ഇത്രത്തോളം ഈ ഒരു നാണം കെടുത്തുന്ന രീതിയിൽ, അത്യന്തം വളരെ മോശമായ രീതിയിൽ തന്നെയുള്ള ഒരു പീഡനങ്ങൾ ഉണ്ടാവുമെന്ന് നമ്മളും പ്രതീക്ഷിച്ചില്ല തുറന്നു പറച്ചിലിൽ. ഏതായാലും അഖിൽ പറഞ്ഞതുപോലെ തീർച്ചയായും ഒരു സൈക്കോ എന്ന രീതിയിൽ തന്നെയാണ് ഈ തൊഴിലുടമ, ഈ സ്ഥാപന ഉടമ ഇവരോടെല്ലാം തന്നെ പെരുമാറിയിട്ടുള്ളത്. അതിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ, ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഇവർ തന്നെ ചിത്രീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവരെ തന്നെ മറ്റുള്ളവരെ തന്നെ കാണിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്യുന്നു. ആർക്കും പരാതിപ്പെടാനുള്ള ഒരു സാഹചര്യം തുടക്കത്തിലുണ്ടായിരുന്നു. എനിക്ക് തുടക്കത്തിൽ ഒരു സംശയം, ഇവർ പരാതിപ്പെട്ടിരുന്നു എന്നതും അതിനുശേഷം ചിലർ ആ പരാതി പിൻവലിച്ചു എന്ന ഒരു ആശയക്കുഴപ്പം, അത്തരം കാര്യങ്ങൾ ഈ വാർത്ത തുടക്കത്തിൽ നമ്മൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അഖിൽ തന്നെ പറയുന്നു ഇതിൽ കൃത്യമായ രീതിയിൽ തങ്ങൾ പരാതി നൽകിയിരുന്നതാണ്, പക്ഷെ അതൊരു നടപടികളിലേക്ക് നീങ്ങിയിരുന്നില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ട് എന്നതടക്കം പോലീസ് മറുപടി പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ഈ സ്ഥാപന ഉടമയ്ക്കെതിരെ നേരത്തെ അവിടുത്തെ സ്ത്രീകൾ തന്നെ നൽകിയ ഒരു പരാതി നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നൽകിയ പരാതിയിലാണ്. അങ്ങനെ കൃത്യമായ രീതിയിൽ മുൻകാല ഒരു ചെയ്തികൾ ഉള്ള ഒരാൾക്കെതിരെയാണ് വീണ്ടും പരാതി വരുന്നത്. അത് തെളിവുകൾ സഹിതം, ഇത്തരം ദൃശ്യങ്ങൾ സഹിതം വരുമ്പോഴും അപ്പോഴും പോലീസ് ഇതൊരു എക്സ്പീരിയൻസ് അല്ലേ എന്ന് ഉപദേശിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നതാണ്
ഗുരുതരമായൊരു ചോദ്യം. കാരണം തൊഴിലിടങ്ങളിൽ യാതൊരു രീതിയിലുള്ള ഈ രീതിയിൽ അനുവദിക്കാൻ കഴിയില്ല എന്നെല്ലാം തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും ഇത്തരക്കാർക്കെതിരെ കർക്കശമായ നടപടികൾ വേണ്ടതാണ്. തൊഴിൽ വകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യങ്ങൾ അടിയന്തര ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലേക്ക് നടപടികളിലേക്ക് വൈകാതെ നീങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ കൊച്ചിയിൽ ഇത് സ്ഥാപനം നടത്തുന്നു പോകുന്നു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അവർക്കിടയിൽ അവിടെ വരുന്ന ഇവർ ജീവനക്കാരെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പാത്രങ്ങൾ മറ്റു സാധനങ്ങളെല്ലാം തന്നെ വലിയ ബാഗുകളിൽ ചുമന്ന് വരുന്ന കുട്ടികൾ അവരോടുള്ളൊരു സഹാനുഭൂതി കൊണ്ടാണ് പലപ്പോഴും നമ്മളുടെ വീട്ടിലെല്ലാം ഇത്തരം വസ്തുക്കൾ ചിലപ്പോൾ ആവശ്യമില്ലെങ്കിൽ കൂടിയും അവരുടെ മുഖം കണ്ടുകൊണ്ട് നമ്മൾ അതെല്ലാം തന്നെ വാങ്ങാറുണ്ട്. അത് തന്നെയാണ് ഡാനി സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഇതുപോലെ വീടുകളിലെത്തുന്ന കുട്ടികളോട് ഉള്ള ഒരു സഹതാപം കാരണം പലരും സാധനങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ അവരനുഭവിക്കുന്ന ഇതുപോലുള്ള തൊഴിൽ ചൂഷണം, ടാർഗറ്റിൻ്റെ പേരിൽ അനുഭവിക്കുന്ന തൊഴിൽ ചൂഷണം, അതിൻ്റെ ഏറ്റവും നടുക്കുന്ന തെളിവുകളാണ്, ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. പുറത്തുപോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള അതിക്രമങ്ങൾ, ക്രൂരതകൾ നേരിട്ടുവെന്നാണ് ഈ അതിക്രമത്തിന് ഇരയായ അഖിലും ന്യൂസ് 18 നേരത്തെ വെളിപ്പെടുത്തിയത്.